ഹലോ ഡിയേഴ്സ്, അരുണിമ മിസ് ആണേ. ജാനുവരി 4 പ്രത്യേകത എന്താണെന്ന് മക്കൾക്ക് അറിയാവോ? വേൾഡ് ബ്രെയിലി ഡേ ആണ് ജാനുവരി 4. അപ്പൊ ആരാണ് ഈ ബ്രെയിലി എന്നുള്ളത് നമ്മൾ വിൻഡോസ് ഓഫ് നോളജ് എന്നുള്ള ചാപ്റ്ററിൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് ലൂയി ബ്രെയിലിയുടേത്. ആ കഥയിലേക്കാണ് ഇന്ന് ടീച്ചർ നിങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ലൂയി ബ്രെയിലി എന്ന് പറയുന്നത് പാരീസിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് തുകൽ ബിസിനസ് ആയിരുന്നു. അതായത് കുതിരകൾക്ക് വേണ്ടിയിട്ടുള്ള തുകല്, ജീനി ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛനുള്ളത്. അപ്പൊ ജനിക്കുന്ന സമയത്ത് യാതൊരുവിധ വൈകല്യങ്ങളുമില്ലാതെ പിറന്ന ഒരു കുട്ടി തന്നെയായിരുന്നു നമ്മുടെ ലൂയിസ് ബ്രെയിലി. അദ്ദേഹത്തിന് നന്നായിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് കേൾക്കാൻ പറ്റും, യാതൊരുവിധ പ്രശ്നവും ലൂയിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ കണ്ണിനൊരു കാഴ്ച നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ അച്ഛന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തുകലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ജോലി. അപ്പൊ കുഞ്ഞായിരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ലൂയി ഈ അച്ഛൻ്റെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് താനും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ആയുധങ്ങൾ കൊണ്ടാണ് ലൂയിയുടെ കണ്ണിന് പരിക്ക് പറ്റുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആദ്യം ഒരു കണ്ണിനായിരുന്നു പരിക്ക് പറ്റിയത്. പക്ഷെ പിന്നീട് അണുബാധ ഉണ്ടായിട്ട് 2 കണ്ണിനും കൂടെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 2 കണ്ണുകളും കാണാത്തൊരവസ്ഥയിലേക്ക് ലൂയി പോവുകയാണ്. അപ്പം നിങ്ങൾക്കറിയാലേ, നമ്മുടെ കണ്ണ് തന്നെ കുറച്ച് നേരം കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ആദ്യമൊക്കെ കാണാൻ പറ്റുന്ന, ഈ ലോകത്തെ എല്ലാ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അല്ലേ. പക്ഷേ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൂയി ഒരു ഫൈറ്റർ ആയിരുന്നു അല്ലേ. അദ്ദേഹം എന്ത് ചെയ്യാണ്, വീണ്ടും എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളും ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നന്നായിട്ട് എന്ത് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ മറ്റുള്ളവരെക്കാളൊക്കെ നന്നായിട്ട് തന്നെ ലൂയി നന്നായി പഠനം എന്ത് ചെയ്തു, ഇങ്ങനെ പഠിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു ലിപി വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പിന്നീട് ലൂയി വരുന്നത്. അപ്പോൾ സ്വന്തമായി പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് കണ്ണ് കാണാതെ വിഷമത അനുഭവിക്കുന്ന എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, കുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിപി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ്. പ്രധാനമായിട്ടും 6 കുത്തുകളാണ് ഈ ഒരു ലിപിയിലുള്ളത്. അത് വെച്ച് എല്ലാ അക്ഷരമാലയിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കാനും, അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് അത് സംഗീതം മുതലായിട്ടുള്ള ശാസ്ത്ര മേഖലകളിലേക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്കും കൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, വികസിപ്പിച്ചെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് അന്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലിപി ഉപയോഗിച്ച് തന്നെയാണ് അല്ലേ. അപ്പം അദ്ദേഹം ഒരു ഫൈറ്ററാണ് അല്ലേ. സ്വന്തം പരിമിതികൾ ഉണ്ടായിട്ട് പോലും ബാക്കിയുള്ള ആളുകൾക്ക് കൂടെ വെളിച്ചം പകർന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനും ഉണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്കത് വീണ്ടും പറയാം. ബൈ.